ഇന്ത്യൻ പ്രസിഡന്റിനെ കാണാനെത്തിയ യുവതി ബോധം കെട്ടുവീണു. ഇന്നലെ താജ് ഹോട്ടലിൽ പ്രസിഡന്റിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ യുവതിയാണ് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ബോധരഹിതയായി വീണത്. കൂടിക്കാഴ്ച നടത്താനാവാതെ പ്രസിഡന്റ് ഡൽഹിയിലേക്ക് മടങ്ങി. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം യുവതിയെ വിട്ടയച്ചു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ UD ക്ലർക്കായി ജോലി ചെയ്യുന്ന നിരുപമ രാജീവാണ് ഇന്നലെ പ്രസിഡന്റുമൊത്തുള്ള പ്രഭാത ഭക്ഷണത്തിന് തൊട്ടു മുൻപ് മോഹാലസ്യപ്പെട്ട് വീണത്. മോളെ ഇവിടെ എന്താ ബോധം കെട്ട് വീണതിന്റെ പേരിൽ അവര് നഷ്ടപരിഹാരം വല്ലതും തന്നാ? വെറുതെ വിട്ടുകളയരുത് കേട്ടാ. ആദ്യം കൂടിയപ്പോ ബോധം കെട്ട് വീണതാണെന്ന് പറഞ്ഞുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെന്നാ മതി. അയ്യോ സ്റ്റോപ്പ് ആയിട്ടില്ല മോളെ, ഒന്നിറങ്ങണം. കളക്ടറേറ്റല്ലേ ആ കാണുന്നത്? നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളോണ്ടാ. അല്ല ചേച്ചിയല്ലേ ഇന്നലെ? അതെ അതെ, കാലി ഇന്നലത്തെ വീഴ്ചയിൽ ഉളിക്കിയതായിരിക്കുമല്ലേ? കലക്കിന്റെ ചേച്ചി ബോധം കെടണമെങ്കിൽ ഇങ്ങനെ ബോധം കെടണം. താജ് ഹോട്ടലിലെ പ്രസിഡന്റിന്റെ മുമ്പിൽ. ഏയ് ആ എന്താ ഇവിടെ നിൽക്കുന്നത്? അവിടെ എല്ലാരും എന്നെ കളിയാക്കിക്കൊല്ല റെഡി ആയിട്ട് നിൽക്കുമായിരിക്കും അല്ലേ? അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഓ എന്റെ ഈശ്വരാ. അതെ, ശരിക്കും താൻ ബോധം കെട്ട് വീണതാണോ അത് ഒഴിവാക്കാൻ വേണ്ടി ബോധം കെട്ട് വീണതായിട്ട് അഭിനയിച്ചതാണോ? ശരിക്ക് വീണതാണോ? തലേന്ന് ഏതോ കൊള്ള സങ്കേതത്തിലേക്ക് കൊണ്ടുപോകുന്ന പോലെ നമ്മളെ കൊണ്ടുപോകുന്നു. പിറ്റേന്ന് രാവിലെ മുതൽ കുറെ തടിമാടന്മാര് നമ്മുടെ ചുറ്റും നിന്ന് ഇരിക്കരുത്, ശ്വാസം വിടരുത് എന്നൊക്കെ പറയുന്നു. ടൈം ബോംബിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെയാണോ നമ്മുടെ എള്ളുണ്ടിയെ കുറിച്ചൊക്കെ അവര് സംസാരിക്കുന്നത്. പിന്നെ ഒരു ഹാളിൽ കൊണ്ടിരുത്തി ആകാശം ഇടിഞ്ഞു വീഴുന്നേന്ന് പറയുന്ന പോലെ ദേ പ്രസിഡന്റ് വരുന്നേന്നും പറഞ്ഞു. എനിക്ക് എന്തെങ്കിലും ആലോചിക്കാൻ പറ്റുന്നതിന് മുമ്പ് വേറെ 2 രാക്ഷസന്മാരുടെ കൂടെ അങ്ങേര് നേരെ കേറി വന്ന് എന്റെ മുമ്പിൽ വന്ന് നിന്നു. പിന്നെ കണ്ണു തുറക്കുമ്പോ ഞാൻ ആശുപത്രിയിലാ. ഓ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര പേര് അങ്ങേരെ മുന്നിൽ ബോധം കെട്ട് വീണിട്ടുണ്ടാവും അല്ലേ? ഇല്ല, ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാ ലച്ചു പറഞ്ഞത്. താനേതായാലും വാ. ഏയ് അല്ല, ഞാനിപ്പോ പാടോ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. തനിക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. എന്താ? നന്നായി. അതെന്താ? ഒന്നും കാണേണ്ടി വരില്ലല്ലോ. ചേച്ചി ഗുഡ് മോർണിംഗ്. സാറേ, നമ്മുടെ DMO ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞിരുന്നു ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കുന്ന കാര്യം. എന്തൊക്കെ ഐറ്റംസ് വേണമെന്നൊരു ലിസ്റ്റ് എടുക്കണം. പ്രധാനമായിട്ട് എന്താ? പഞ്ഞി, പ്ലാസ്റ്റർ, ഡെറ്റോൾ. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഇവിടെ? എന്റെ സാറേ, ആർക്ക് എന്ത് എപ്പോ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുമോ? ജയചന്ദ്രൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ പ്രായമായിക്കൊണ്ടിരിക്കുക. നിനച്ചിരിക്കാതെ ഒരു വല്ലായിക വന്ന തന്നെയല്ല, കഴിഞ്ഞ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പ്രസിഡന്റ് പറഞ്ഞു എല്ലാ ഓഫീസിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെക്കണോന്ന്. പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞോ? പിന്നെ യൂട്യൂബിൽ കിടപ്പുണ്ട്.
സംസാരിക്കാലോ അല്ലേ? എന്താ? ആ എൻക്വയറി റിപ്പോർട്ടിന്റെ കാര്യം പറയാൻ ഇന്നലെ ആ തമ്പി വന്നിരുന്നു. വില്ലേജ് ഓഫീസറുടെ ഭാര്യ ബോധം കെട്ട് വീണതുകൊണ്ട് 2 ദിവസം വൈകുന്ന് നിരുപമയോട് പറയാൻ പറഞ്ഞു. ലച്ചു, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്താ ഒന്നും പറയുന്നില്ല അച്ഛാ. മോളെ? എന്തോ പേടി തട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലല്ലേ. ഞാൻ ആ നന്ദിതി ഒന്ന് വിളിക്കട്ടെ. ആരെയും വിളിക്കണ്ട, ഞാൻ ഇനി സ്കൂളിൽ പോണില്ല, അത്രേ ഉള്ളൂ. കുട്ടികളൊക്കെ എന്നെ കാണുമ്പോ ഫെയിന്റ് ചെയ്ത് വീഴാ, അറിയോ? ഫെയിന്റ് ചെയ്ത് വീഴാന്ന് വെച്ചാ തല കറങ്ങി വീഴുന്നു. ഓ, ഞാൻ നാളെ നിന്റെ കൂടെ വന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിക്കാം. എന്ത് തോന്നിയ വാസം കാണിക്കാന്ന് വെച്ചാ? സംസാരിച്ചോ, പക്ഷെ സംസാരിക്കുമ്പോ അയർലൻഡിൽ പോകാൻ പറ്റത്തിന് കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം. ഷട്ടിൽ അടിച്ചപ്പോ തലറങ്ങി വീണതിന് കളിയാക്കിയതിനെ പറ്റിയും സംസാരിക്കണം. എല്ലാവർക്കും ഉണ്ട് അമ്മമാര്, എനിക്ക് മാത്രം പറയണ നല്ല വിശേഷമില്ല ഇതുവരെ. പ്രിൻസിപ്പളോട് അച്ഛനെ സംസാരിക്കാം, പക്ഷെ ഫേസ്ബുക്കിലെ നിരുപമ ജോക്സിനെ പറ്റി ആരോടെ കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നേ? റെക്കോർഡ് നമ്പർ ഓഫ് ലൈക്സാ, തുറന്നു നോക്ക്. The birds of paradise are remarkable not only for their exceptional beauty, ലച്ചു, but most നീങ്ങി വാ. otherworldly appearance. ഒരു ചെറിയ കളിയാക്കൽ കേട്ട ഉടനെ അങ്ങ് വാടിത്തളർന്ന് വീണേക്കുവോ ഇപ്പോഴത്തെ പിള്ളേര്? ഒരു റിയൽ പ്രശ്നം വന്നാൽ ഇവർക്ക് എങ്ങനെയാ ഫേസ് ചെയ്യാൻ പോകുന്നത്? അതെങ്ങനെയാ, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫേസ്ബുക്ക് അല്ലേ? But as veritable living textbooks on adaptation and sexual selection. അവൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ? എങ്ങനെ? ഇന്ന് ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം. ഉം.